ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. തത പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതിശയനേശയേ രുദതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. തത പശുപമന്ദിരേ. തത എന്ന് പറഞ്ഞാൽ അനന്തരം, അതിനുശേഷം. അതായത് കംസൻ്റെ ശത്രുവിനെ കൊല്ലുവാനായി കംസൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റ് ദുഷ്ടരായ മന്ത്രിമാരൊക്കെ പുറപ്പെട്ടതിന് ശേഷം, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയവരൊക്കെയും ഈ ഒരു കർത്തവ്യത്തിനായിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിത്തിരിച്ചതിന് ശേഷം തതഹ അനന്തരം പശുപമന്ദിരേ. പശുപൻ എന്ന് പറഞ്ഞാൽ പശുപാലകനായിട്ടുള്ള, ഇവിടെ ആ നന്ദഗോപരുടെ മന്ദിരത്തിൽ, ഗൃഹത്തിൽ, ത്വയി അവിടുന്ന്, മുകുന്ദ അല്ലയോ ഭഗവാനെ, സർവർക്കും മോക്ഷത്തെ നൽകുന്നതായിട്ടുള്ള, ഈ ഭവസാഗരത്തിൽ നിന്നും വിടുതൽ നൽകുന്നതായിട്ടുള്ള, മോചിപ്പിക്കുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അവിടുന്ന് നന്ദപ്രിയ പ്രസൂതിശയനേശയെ. നന്ദപ്രിയ, നന്ദഗോപരുടെ പ്രിയയായിട്ടുള്ള, പത്നിയായിട്ടുള്ള ആ യശോദാമ്മയുടെ പ്രസൂതി ശയനേശയെ, പ്രസൂതി പ്രസവ തൽപ്പത്തിൽ, ശയനേശയെ അവിടെ കിടന്നുകൊണ്ട്, അവിടെ കിടക്കുന്നവനായിട്ട്, യശോദാമ്മയുടെ സമീപത്തിൽ, യശോദാമ്മ ആ പ്രസവമുറിയിൽ കിടക്കുമ്പോൾ യശോദാമ്മയുടെ തൊട്ടരികിലായി ആ പ്രസവതൽപ്പത്തിൽ കിടക്കുന്നവനായി അവിടുന്ന് രുദതി. ഭഗവാനെ, അവിടുന്ന് കരയുവാൻ തുടങ്ങിയല്ലോ. എല്ലാവരെയും ഉണർത്തണമല്ലോ. ഇനിയും ഇവിടുത്തെ ജോലി കഴിഞ്ഞു. കംസൻ്റെ കൊട്ടാരത്തിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി നന്ദഗോപരുടെ ഇവിടെ ആ കൊട്ടാരത്തിൽ അറിയിക്കേണ്ടിയിരിക്കുന്നു താൻ വന്ന വിവരം. അതിന് യശോദാമ്മയുടെ അടുത്ത് കിടന്ന് ആ പ്രസവ തൽപ്പത്തിൽ കിടന്നുകൊണ്ട് ഭഗവാനെ അവിടെ നിന്ന് കരഞ്ഞുവല്ലോ. കിഞ്ചിദഞ്ജത്പദേ, കിഞ്ചിത അഞ്ജത പദേ. പദങ്ങൾ എന്ന് പറഞ്ഞാൽ കാലുകൾ. മെല്ലെ ആ കൈകാലുകളൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കിക്കൊണ്ട് അവിടുന്ന് ഒന്ന് കരഞ്ഞുവല്ലോ. ഞാൻ എത്തിയിട്ടുണ്ടേ എന്ന് യശോദാമ്മയോട് പറയുകയാണ്. ഒത്തിരി കാലങ്ങളായില്ലേ ഭഗവാനെ സേവ ചെയ്യുന്നു യശോദാമ്മയും നന്ദഗോപരും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് അറിയിച്ചിട്ട് പറയാം, ഞാൻ എത്തിയേട്ടോ, ഇവിടെ ഉണ്ടേ എന്ന് ഉണ്ണിക്കണ്ണം വിളിച്ച് പറയും പോലെ ഒന്ന് ചെറുതായി ഒന്ന് കരഞ്ഞു. ആ കുഞ്ഞു കൈകാലുകൾ ഇളക്കി ഒന്ന് കരഞ്ഞു. വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ. വിബുദ്ധ്യ, ഈ വിവരമൊക്കെ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതോടുകൂടി, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മായാഭഗവതിയുടെ ഒരു മായാവൈഭവം കൊണ്ട് ഇവിടെ ഈ നന്ദഗോപരുടെ ഗൃഹത്തിലെല്ലാവരും മയക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു നമ്മൾ. വസുദേവർ വന്ന് മായാഭഗവതിയെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അവിടുത്തെ നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരിക്കുന്നു. വേണ്ട വിധത്തിൽ കംസനെയും കംസൻ്റെ കൊട്ടാരത്തിലുള്ളവരെയും ഒക്കെ ഉണർത്തിയിരിക്കുന്നു എന്ന ബോധ്യം വന്നപ്പോൾ അവിടുന്ന് ഇനിയും തനിക്ക് ഇവിടെയാണ് തൻ്റെ പതുക്കെ ആ കളികളൊക്കെ ഒന്ന് തുടങ്ങാനുള്ള സമയമായി, ആദ്യം ഇവിടെയുള്ളവരെ ഒന്ന് അറിയിക്കാം ഞാൻ എത്തിയിരിക്കുന്നു എന്ന് കരുതി ആ കുഞ്ഞു കാലടികളൊന്ന്, കൈകാലുകൾ ഇളക്കി ഒന്ന് കരഞ്ഞു.
ആ കുഞ്ഞു വായിലെ കുഞ്ഞു ശബ്ദം കേട്ട് ആ പ്രസവമുറിയിൽ കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളൊക്കെ ഉണർന്നു. എന്നിട്ട് വിബുദ്ധ്യ അവർ മറ്റുള്ളവരെയൊക്കെ അറിയിക്കുന്ന ഉത്തരവാദിത്വം ഈ പ്രസവമുറിയിൽ യശോദാമ്മയോടൊപ്പമുള്ള മറ്റ് സ്ത്രീകൾ പുറത്തെല്ലാവരെയും അറിയിക്കുകയാണ്. വനിതാജനൈ, അതായത് ഈ സ്ത്രീകൾ. അങ്ങനെ ഈ എല്ലാ സ്ത്രീകളും ഉറക്കത്തിൽ നിന്നുണർന്ന് പുറത്തു വന്ന നന്ദഗോപരോടും മറ്റുള്ളവരോടും യശോദാമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി, ഒരാൺകുഞ്ഞാണ് എന്നിങ്ങനെ പുറത്തെല്ലാവരെയും അറിയിച്ചപ്പോൾ തനയ സംഭവേ, വനിതാജനൈ തനയ സംഭവേ, അങ്ങനെയാണ് അവിടെ വാക്കുകൾ വരുന്നത്. തനയൻ എന്നാൽ പുത്രൻ, സംഭവേ എന്ന് പറഞ്ഞാൽ പുത്രൻ ഉണ്ടായി എന്ന് വിബുദ്ധ്യ അറിയിച്ചപ്പോൾ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ, ഘോഷിതേ അവിടെ ആകെ അങ്ങനെ വലിയൊരു ആഘോഷമായിരുന്നു. യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും ഒരു പുത്രനുണ്ടായി എന്ന് പ്രസവമുറിയിൽ നിന്ന് കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ അവിടെയാകെ ഒരു ഉത്സവ ലഹരിയായിരുന്നു. അവിടെയൊക്കെ അങ്ങനെ ആർപ്പുവിളികൾ മുഴങ്ങുകയാണ്. ആ ഘോഷിതേ മുദ, മുദ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട്, അവർക്ക് ആ സന്തോഷം കാരണം അവരവിടെ എന്തൊക്കെ ആഘോഷിച്ചില്ല, എങ്ങനെയൊക്കെ ആഘോഷിച്ചില്ല എന്നേ ചോദിക്കേണ്ടു. കാരണം അങ്ങനെ അതിന് ഉത്തരം ഉണ്ടാവില്ല. ആ രീതിയിൽ അവർ ആ ഗ്രാമം ഒന്നാകെ അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു. കിമു വദാമി അഹോ, കിമു വദാമി അഹോ, അഹോ എന്ന് പറഞ്ഞാൽ അത്യാശ്ചര്യകരം തന്നെയാണ്. ഇങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായി എന്നറിയുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ തന്നെ ഉല്ലസിച്ചാർത്ത് രസിക്കുക, ആഘോഷിക്കുക, ഉത്സവപൂരമാക്കി മാറ്റുക അവിടം എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റെങ്ങും അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇവിടെ ഈ യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും ഇങ്ങനെ ഒരു ആൺകുഞ്ഞുണ്ടായി എന്നറിഞ്ഞപ്പോൾ ആ സന്തോഷം നന്ദഗോപരുടെ കൊട്ടാരത്തിൽ മാത്രമല്ല, ആ ഗ്രാമത്തിൽ മുഴുവൻ അത് പ്രതിഫലിച്ചു. ആ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ അതിനെ ഒന്ന് ആഘോഷിച്ചു. കിമു വദാമി, ഞാൻ എന്താണ് പറയേണ്ടത്? ഇത് അത്യാശ്ചര്യകരം തന്നെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഈ ഉത്സവത്തിമിർപ്പ്. സകലമാകുലം ഗോകുലം, സകലം ആകുലം ഗോകുലം. സകലം എന്ന് പറഞ്ഞാൽ മുഴുവനും. ഇവിടെ ഗോകുലം, ഗോകുലം മുഴുവനും. ആകുലം മുദ, മുദ നമ്മൾ പറഞ്ഞു അത്യധികമുള്ള സന്തോഷം കൊണ്ട് അവരൊക്കെ അങ്ങനെ പരവശരായി. ആകുലം എന്ന് പറഞ്ഞാൽ ഇവിടെ പരവശരായി തീർന്നു സന്തോഷം കൊണ്ട്. ഇങ്ങനെ ഒരു ആഘോഷം അതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, കിമു വദാമി അഹോ, കിമു വദാമി, ഞാൻ എന്താണ് പറയേണ്ടത് ഇനിയും? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ഉത്സവത്തിമിർപ്പിൽ എൻ്റെ മനസ്സും അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നു. ആ ആഘോഷങ്ങളെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് പറയേണ്ടത്? സാക്ഷാൽ ആനന്ദസ്വരൂപൻ അവിടെ വന്ന് അവതരിച്ചപ്പോൾ ആ ഗ്രാമം ഒന്നാകെ ആനന്ദം അലയടിക്കുവാൻ തുടങ്ങി. ആനന്ദത്താൽ ആ ഗ്രാമം തന്നെ പരവശമായി തീർന്നു, പരവശരായി തീർന്നു. അത്ഭുതം തന്നെയാണ്, ആശ്ചര്യകരം തന്നെയാണ് ഞാൻ ഈ കാണുന്നതൊക്കെ. ഗുരുവായൂരപ്പ, ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതിശയനേശയേ രുദതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തത അവിടെ ഒരു വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക.
പിന്നെ അടുത്തത് നന്ദപ്രിയാ പ്രസൂതി ശയനേശയെ. അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവഗൃഹം. ശയനേശയെ അവിടെ ശയിക്കുന്നവനായിട്ടുള്ള. അപ്പോൾ ആ നന്ദഗോപരുടെ പ്രിയയായ യശോദാമയുടെ പ്രസവഗൃഹത്തിൽ യശോദാമയോടൊപ്പം പ്രസവതൽപ്പത്തിൽ ശയിക്കുന്നവനായ. അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് കിഞ്ചിതഞ്ചത് കിഞ്ചിത് അഞ്ചത് പദേ. ആ കിഞ്ചിതഞ്ചത് എന്ന് വായിക്കുമ്പോൾ ദായുടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ വനിതാജനൈസ്തനയ സംഭവേ. അവിടെ അതും ചേർത്ത് വായിക്കേണ്ടതാണ്. വനിതാജനൈ തനയ സംഭവയാണ്. സാ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ ആ സകാരം കേൾക്കത്തക്ക വിധത്തിൽ വേണം വായിക്കുവാൻ. പിന്നെ അടുത്തത് വദാമ്യഹോ. വദാമി അഹോ ആണ്. പദം പിരിക്കേണ്ട. മ്യ എന്ന അക്ഷരത്തിൻ്റെ ആകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ സകലമാകുലം. സകലം ആകുലമാണ്. മായയുടെ ആകാരം ശ്രദ്ധിക്കുക, നീട്ടിയെടുക്കുകയും വേണം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.